പ്രശസ്ത നർത്തകി പത്മശ്രീ രഞ്ജന ഗോറിന്റെ ഫോണിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ച് സൈബർ തട്ടിപ്പിന് ഇരയാക്കിയെന്ന പരാതിയുമായി നടി അഞ്ജിത. രഞ്ജന ഗോറിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്താണ് തട്ടിപ്പിന് ഇരയാക്കിയതെന്ന് നടി പറയുന്നുണ്ട്. 10,000 രൂപയാണ് തനിക്ക് നഷ്ടമായത് എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. 19-ാം തീയതിയാണ് സംഭവം നടന്നത്. ഉച്ചയോടെ അഞ്ജനയുടെ വാട്സപ്പിൽ നിന്ന് സന്ദേശം വരുന്നു. ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്. എന്റെ അക്കൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. കുറച്ച് പണം ട്രാൻസ്ഫർ ചെയ്തു തന്ന് സഹായിക്കാമോ എന്നായിരുന്നു സന്ദേശം. ഇത് കണ്ടപാടെ രഞ്ജനയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ എടുത്തില്ല. ഇത്രയും വലിയ ഒരാൾ എന്നോട് പണം കടം ചോദിക്കുന്നതിന്റെ വിഷമം കൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് ഞാൻ കരുതി. രഞ്ജനയുടെ സ്വന്തം നമ്പറിൽ നിന്നായതുകൊണ്ട് സംശയം ഒന്നും തോന്നിയില്ല. അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അയച്ചു കൊടുത്തു. അടുത്ത ദിവസം വൈകിട്ട് തിരികെ അയക്കാം എന്ന് പറഞ്ഞു. ഇതിനൊപ്പം തന്നെ എന്റെ ഫോണിലേക്ക് OTP അയച്ച് വാട്സപ്പ് ഹാക്ക് ചെയ്യാനും തട്ടിപ്പുകാർ ശ്രമിച്ചു. പക്ഷേ സമയോചിതമായ ഇടപെടൽ കാരണം വാട്സപ്പ് ഹാക്കായില്ലെന്നും നടി പറയുന്നു. രഞ്ജനയെ ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ രഞ്ജനയുടെ സ്വകാര്യ നമ്പറിൽ നിന്ന് പണം ചോദിച്ചതുകൊണ്ടാണ് സംശയം തോന്നാതിരുന്നത്. രഞ്ജന പിന്നീട് വിളിക്കുകയും തന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും പണം ചോദിച്ചാൽ കൊടുക്കരുതെന്നും പറഞ്ഞിരുന്നു. അപ്പോഴേക്കും തട്ടിപ്പുകാർക്ക് ഞാൻ 10,000 രൂപ അയച്ചു നൽകിയിരുന്നുവെന്ന് അഞ്ജിത പറഞ്ഞു. രഞ്ജനയുടെ നമ്പർ ഇപ്പോഴും തട്ടിപ്പുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും അഞ്ജിത കൂട്ടിച്ചേർത്തു. നിരവധി സൈബർ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഫോണിലും മറ്റും നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പലരും സൈബർ തട്ടിപ്പിൽ ചെന്നു ചാടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സൈബർ തട്ടിപ്പിന് ഇരയായ കരുനാഗപ്പള്ളി സ്വദേശിനിക്ക് 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം നഷ്ടമായത്. ഈ ഒരു കേസിലെ പ്രതിയെ ജാർഖണ്ഡിലെത്തി പിടികൂടിയിരുന്നു കേരള പോലീസ്. കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ അക്തർ അൻസാരിയാണ് കരുനാഗപ്പള്ളി പോലീസ് ജാർഖണ്ഡിൽ നിന്ന് പിടികൂടിയത്. ജാർഖണ്ഡിലെത്തിയ കേരള പോലീസ് 13 ദിവസം നീണ്ട തിരച്ചിലിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത്. മറ്റ് പ്രതികൾക്കായും അന്വേഷണം ഊർജിതമാക്കി. 15 പേരടങ്ങുന്ന തട്ടിപ്പു സംഘത്തിലെ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 13 ദിവസം പോലീസ് ജാർഖണ്ഡിലെ പലയിടങ്ങളിൽ തെരച്ചിൽ നടത്തി. ഒടുവിൽ ജാമതാര ജില്ലയിലെ കർമ്മധാർ ഗ്രാമത്തിൽ നിന്നും തട്ടിപ്പു സംഘത്തിലെ പ്രധാനിയായ അക്തർ അൻസാരിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. 15 പേരടങ്ങുന്ന സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസവും അതുപോലെ ഉയർന്ന ജോലിയും ഉള്ളവരൊക്കെ തന്നെ ഈ ഒരു തട്ടിപ്പിന് ഇരയായി മാറുന്നുണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു അഭിഭാഷകനെയും സൈബർ തട്ടിപ്പു സംഘം കബളിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 90 ലക്ഷത്തിലധികം രൂപയായിരുന്നു നഷ്ടപ്പെട്ടത്.